ആസിഫ്, ഇന്നിപ്പോ നിലമ്പൂരുകാരെ സംബന്ധിച്ച് ഇന്നാണ് അവസാനത്തെ ഒരു ദിവസം. പരമാവധി ആൾക്കാരെയൊക്കെ കണ്ട് വോട്ടുറപ്പിക്കാൻ തന്നെയാവും സ്ഥാനാർത്ഥികളുടെ ഒക്കെ ഇന്നത്തെ നെട്ടോട്ടം എല്ലാവരുടെയും. കാരണം ഇന്നലത്തെ കൊട്ടിക്കലാശം അതൊക്കെ വോട്ടായി മാറുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം നിലമ്പൂരിനെ സംബന്ധിച്ച്. അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഓരോ സ്ഥാനാർത്ഥികളുടെ ഓരോ മുന്നണികളുടെ നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? പോളിംഗ് സാമഗ്രികളുടെ വിതരണമുണ്ട്, അതെപ്പോൾ ആരംഭിക്കും? എന്താണ് ഈ അവസാന ദിവസം നിലമ്പൂരിൽ നിന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത് ആസിഫ്? സേതു, ഗുഡ് മോർണിംഗ്. ഏതായാലും കൊട്ടിക്കലാശത്തിൽ ഇഞ്ചോടിഞ്ച് തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം അത്രത്തോളം പ്രവർത്തകരെ എത്തിച്ച് അതിൻ്റെ ആവേശം അത്രത്തോളം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അറിയാം. അവിടെ ഉണ്ടായിരുന്ന ആവേശം നേരിട്ട് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ കൊട്ടിക്കലാശത്തിൽ ഇഞ്ചോടിഞ്ചാണ്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകുമോ എന്നതാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ഇരു മുന്നണികളും അവർക്ക് സമാഹരിക്കാൻ കഴിയുന്ന മുഴുവൻ വോട്ടുകൾ സമാഹരിക്കാനുള്ള ശ്രമത്തിലാണ്. എതിരാളികൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന മുഴുവൻ അസ്ത്രങ്ങളും പ്രയോഗിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ ഇന്ന് നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസം തന്നെ നമുക്ക് അറിയാം, ഇന്ന് പുതിയ ഒരു ചർച്ചയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പിന്തുണ ഉണ്ടാക്കി എന്നുള്ള ഒരു ചർച്ചയിലേക്ക് ഇന്ന് കേന്ദ്രീകരിക്കാനുള്ള ഒരു സാധ്യത കൂടി ഏതായാലും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഓരോ വിഷയവും ഓരോ ദിവസം മാറി മാറി വന്ന് ചർച്ച ചെയ്തു പോയ തെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലെ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. വ്യത്യസ്ത വിഷയങ്ങൾ ഇങ്ങനെ ദീർഘമായി ചർച്ച ചെയ്തു പോവുകയും അതിൽ വലിയ പ്രതികരണങ്ങളും മറ്റും ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇന്ന് സ്വാഭാവികമായും സ്ഥാനാർത്ഥികൾ ഇന്ന് വീട് കയറിയുള്ള പ്രചാരണം വലിയതൊന്നും നടത്തില്ല. പക്ഷേ പ്രധാനപ്പെട്ട ആളുകളെ കാണും. അതോടൊപ്പം സ്വന്തം വീടിൻ്റെ പരിസരത്തുള്ള ആളുകളെയൊക്കെ ഒന്നുകൂടെ കാണുക, അങ്ങനെയുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ജില്ലയ്ക്ക് മണ്ഡലത്തിന് പുറത്തുള്ള നേതാക്കൾക്ക് ഇവിടെ തങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് സ്ഥാനാർത്ഥിയും പ്രാദേശിക നേതാക്കളും ഒന്നിച്ചുള്ള സന്ദർശനവും മറ്റു കാര്യങ്ങളും, ഗൃഹസന്ദർശനം മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഏതായാലും പ്രധാനമായും നടക്കാൻ സാധ്യതയുള്ളത്. ഏതെങ്കിലും സമുദായ നേതാക്കളെയോ മറ്റോ കാണാനുണ്ടെങ്കിൽ അതിന് സമയം കണ്ടെത്തും. അങ്ങനെ ആ രീതിയിലുള്ള പ്രചാരണമാണ് ഇന്ന് എന്തായാലും എല്ലാ സ്ഥാനാർത്ഥികളും നിശ്ചയിച്ചിട്ടുള്ളത്. അൻവർ സ്വാഭാവികമായും കൊട്ടിക്കലാശം ഒഴിവാക്കി ഇന്നലെ തന്നെ വീട് കയറിയുള്ള പ്രചാരണത്തിലേക്ക് മാറിയിരുന്നു. അൻവർ ഫാക്ടർ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ അത് നിർണായകമാവുകയും ചെയ്യും. ഏതായാലും വലിയ പ്രതീക്ഷയിലാണ് രണ്ട് മുന്നണികളും. അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് തിരിച്ചടിയാകും എന്നതടക്കമുള്ള കാര്യങ്ങൾ അത് നിലമ്പൂരിൽ പലരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നിലമ്പൂരുകാരെ സംബന്ധിച്ച് അവരുടെ ഒരു മികച്ച MLA ആയിരുന്നു PV അൻവർ എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ PV അൻവർ രാജിവെക്കുന്നു, അവിടെ വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നു. PV അൻവർ ജയിക്കില്ല. പക്ഷേ PV അൻവർ ഓരോരുത്തരുടെയും ജയവും പരാജയവും ഒക്കെ നിർണയിക്കുന്നതിൽ ഒരു ഭാഗമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ പറയുന്നത് അവസാന നിമിഷം. സേതു, തീർച്ചയായും നമുക്കും ഫീൽഡിൽ നിന്ന് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. നമ്മളിവിടെ എത്തുന്നതിന് മുമ്പ് വിചാരിച്ചത് അൻവർ അങ്ങ് LDFന്റെ ഭാഗമല്ലാതെ മത്സരിക്കുന്ന അൻവറിന് അങ്ങനെ കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഒന്നും നേടാൻ കഴിയില്ല എന്നതാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് അൻവറിന് പല മേഖലകളിലും വ്യത്യസ്ത തലത്തിലുള്ള ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഓട്ടോ തൊഴിലാളികളുടെ ഇടയിൽ, മണൽ വാര തൊഴിലാളികളുടെ ഇടയിൽ, അങ്ങനെ ഏറ്റവും ഒരു അധ്വാനിച്ച് ജോലി ചെയ്യുന്ന അത്രത്തോളം അങ്ങനെ ജോലി ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്കിടയിലൊക്കെ വലിയ രീതിയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പക്ഷേ അൻവർ ഈ MLA ആയിരുന്ന കാലഘട്ടത്തിൽ അൻവർ അവർക്ക് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം, അവരെ കൂട്ടുനിർത്താൻ ശ്രമിച്ചത് കൊണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു രീതിയിൽ അൻവറിന് കുറച്ച് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത് ഒരു പക്ഷേ അത് ഇരു മുന്നണികളും കരുതുന്നത് അവസാന ഘട്ടം വരെ അത്രത്തോളം വോട്ട് പിടിക്കില്ല എന്ന് വിചാരിച്ചു. പക്ഷേ അൻവറിന്റെ റോഡ് ഷോ ഒക്കെ കഴിഞ്ഞതോടുകൂടി അത് വോട്ടായി മാറുമോ എന്നുള്ള സംശയം ഇരു മുന്നണികൾക്കുമുണ്ട്. പക്ഷേ രണ്ടുപേരുടെയും കണക്കുകൂട്ടൽ തങ്ങളുടെ വോട്ട് പിടിക്കുന്നതിനേക്കാൾ മറുഭാഗത്തിന്റെ വോട്ട് പിടിക്കുമെന്നുള്ള കണക്കുകൂട്ടലാണ് ഇരു മുന്നണികളിലുള്ളത്. ഇടതുപക്ഷം വിചാരിക്കുന്നത് അൻവർ തങ്ങളുടെ വോട്ടിന്റെ ഒരു വളരെ കുറഞ്ഞ ഷെയർ മാത്രമായിരിക്കും പിടിക്കുക. പക്ഷേ UDFന്റെ വലിയൊരു ശതമാനം വോട്ട് അൻവർ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. പക്ഷേ UDFന്റെ ക്യാമ്പ് നേരെ മറിച്ച് തന്നെയാണ്. അതായത് തങ്ങളെ ബാധിക്കില്ല, പക്ഷേ അത് LDFന്റെ ഭാഗമായി ഇടതുപക്ഷവും അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. പക്ഷെ അപ്പോഴും നമ്മുടെ ചോദ്യം അൻവർ ആരുടെ വോട്ടായിരിക്കും ചോർത്തുക എന്നുള്ളതാണ്. അതിലും നമുക്കൊരു ഉത്തരത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം കുറേ കാരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നമായി ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം
അൻവർ നമുക്കറിയാം, അൻവർ ഈ രണ്ട് മുന്നണികളുടെയും ഭാഗമല്ലാതെ മത്സരിച്ച സമയത്തും നിലമ്പൂർ ഭാഗത്തു നിന്ന് അൻവറിന് വോട്ട് കിട്ടിയിട്ടുണ്ട്. അൻവറിന് അന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അത്യാവശ്യം 10,000-നടുത്ത് വോട്ട് അങ്ങനെ പാർലമെന്റിലേക്ക് മത്സരിച്ച സമയത്ത് പോലും നിലമ്പൂരിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അൻവറിന് വ്യക്തിപരമായി കുറച്ച് വോട്ടുണ്ട്. പക്ഷെ അന്നും അതുകൊണ്ട് തന്നെ അങ്ങനെ അൻവറിന് വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടിന്റെ കൂട്ടത്തിൽ അന്ന് കിട്ടിയതിന് ഒരു ഇരട്ടി വോട്ട് കിട്ടിയാൽ പോലും അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് സ്വാധീനം ചെലുത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുകയാണ്. അതുകൊണ്ട് ഇതിപ്പോ ഈ അൻവറിനെ വോട്ട് ചെയ്യാനിരിക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായും ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് അത് UDF അല്ലാതെ ഒരു ഓപ്ഷൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതേസമയം തന്നെ ഈ ആര്യാട ഷൗക്കത്തിനോടും മറ്റും എതിരഭിപ്രായമുള്ള കോൺഗ്രസുകാർക്ക്, ലീഗുകാർക്ക്, അവർക്ക് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ വിയോജിപ്പുണ്ടെങ്കിൽ പോലും അവർക്കൊരു ഓപ്ഷൻ ഉണ്ടാകും. അങ്ങനെ വ്യത്യസ്തത രണ്ട് മുന്നണികളിൽ നിലമ്പൂർ അല്ലേ ആസിഫ്? അങ്ങനെ തന്നെയാണ് ഇപ്പൊ അവസാന നിമിഷം ആസിഫ് പറയുന്നതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യവും. അപ്പോൾ നിശബ്ദ പ്രചരണ ദിവസമാണ്. പരമാവധി ആളുകളെയൊക്കെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ തന്നെയാണ് സ്ഥാനാർത്ഥികളുടെ നീക്കം. പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും സംബന്ധിച്ച് ഇടതുപക്ഷത്തെ ആവട്ടെ, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചാവട്ടെ, PV അൻവറിനെ ആകട്ടെ, ഒക്കെ അവർക്കൊക്കെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് നിലമ്പൂരിൽ അടുത്ത 8 മാസത്തേക്ക് 9 മാസത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ജനപ്രതിനിധി ആരായാലും അത് മുന്നണികളുടെയൊക്കെ തലവര മരുന്ന്, അല്ലെങ്കിൽ മുന്നണികളുടെ ഒക്കെ ഈ പ്രതീക്ഷകളെയും ഒക്കെ ചേർത്ത് നിർത്തുന്ന ഒരാൾ തന്നെ ആയി വരും. പലരുടെയും രാഷ്ട്രീയ ഭാവി അടക്കം നിർണയിക്കുന്ന ഒരാളും ആകും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നയാൾ. അപ്പോൾ നിലമ്പൂരിലെ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു നമ്മുടെ ആസിഫ് മുഹമ്മദ്.